ഇപ്പോൾ CA കോഴ്സിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അക്കൗണ്ടിങ്, ഓഡിറ്റ്, ടാക്സേഷൻ, കമ്പനി മീറ്റിംഗ്സ്, കമ്പനി ഡിസ്പ്യൂട്ട്സ്, മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട്സ്, കമ്പനി ബൈൻഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കമ്പനി സെക്രട്ടറിഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ 5 M's കമ്പൈൻ ചെയ്യുന്ന അതാണ് പീപ്പിൾ പ്രോസസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ മെഷർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വഴിയാണ്. സാർ ഒരു വാസ്റ്റ് അറേ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കോഴ്സസ് ആണ് ആസ് കൊമേഴ്സ് സ്റ്റുഡൻസ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഹാർനസ് ചെയ്യാൻ വേണ്ടി? ഐ ടു ഹാവ് എ യങ്ങർ സിസ്റ്റർ ഹു ഇസ് പേഴ്സിയിങ് കൊമേഴ്സ്. സോ അങ്ങനെ ഒരു യങ്സ്റ്ററിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പം ഈ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് സർ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ളത്? ഇത് പൊതുവെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൊമേഴ്സിനെ പറ്റി അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ കോഴ്സുകളെ പറ്റി അറിയുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഇൻപുട്ട് തരാം. കാരണം ഈ ബിസിനസ് പ്രസ്ഥാനങ്ങളിൽ പല പല ഘട്ടങ്ങളിൽ പല പല രീതിയിലുള്ള സർവീസുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ്, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇത് മൂന്നുമാണ് ബേസിക്കലി ഉള്ളത്. ഓഫ് കോഴ്സ് ഇത് കൂടാതെ വിദേശങ്ങളിലൊക്കെ കുറച്ച് സ്കോപ്പുള്ള സംഭവങ്ങളാണ് ACC എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് എ UK കോഴ്സ്. പിന്നെ ഉള്ളത് CMA USA കാനഡ അവരുടെ ഉണ്ട്. പിന്നെ CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ കോഴ്സസൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. വിശദമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ CA കോഴ്സിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അക്കൗണ്ടിങ്, ഓഡിറ്റ്, ടാക്സേഷൻ, ഇത് മൂന്നുമാണ്. കമ്പനി സെക്രട്ടറിഷിപ്പിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കമ്പനി ലോ, കോർപ്പറേറ്റ് ഗവർണൻസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ പബ്ലിക് ഇഷ്യൂ ഷെയർസ്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനി മീറ്റിംഗ്സ്, കമ്പനി ഡിസ്പ്യൂട്ട്സ്, മാനേജ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്, കമ്പനി ബൈൻഡിങ് അപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കമ്പനി സെക്രട്ടറിഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CMA കോഴ്സ് എടുത്ത കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഡിസിഷൻസ്, ഇതെല്ലാം തന്നെയാണ് അവിടെ കവർ ചെയ്യുന്നത്. ഇതിലും പൊതുവായ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. ഇനി മറ്റേതെടുത്തോ, ACC എടുത്തോളൂ, അസോസിയേറ്റ് ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് UK. അതിലാണെങ്കിലും CMA എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടി ആദ്യം ചോദിച്ച ആ ഒരു തന്നെ, അത് കംപ്ലീറ്റ് നമ്പർ ക്രഞ്ചിങ്ങാണ്. അപ്പോൾ ഇതിൽ ഓക്കെ, ഇപ്പോൾ സിസ്റ്റർ പഠിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ BBA, ആ കുട്ടി ഷീ മേ ബി പ്ലാനിങ് ഫോർ MBA എന്ന് തോന്നുന്നു. ഇവിടെയും ആവശ്യമെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ത്രെഡുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസിനസ് അനാട്ടമി എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു. ബിസിനസ് അനാട്ടമിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ അനാട്ടമിയാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് MBBS പഠിക്കുന്നവർക്ക്. അതുപോലെ ബിസിനസ് അനാട്ടമിയിൽ വരുന്ന പീപ്പിൾ പ്രോസസ് സിസ്റ്റം. ഈ പീപ്പിൾ പ്രോസസ് സിസ്റ്റമാണ് ബിസിനസ്സിൽ മെറ്റീരിയൽ, മെൻ, മെഷീൻ, മാർക്കറ്റ്, മണി, ഈ 5 M's കമ്പൈൻ ചെയ്യുന്ന അതാണ് പീപ്പിൾ പ്രോസസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ മെഷർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വഴിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കേട്ടിട്ടുണ്ടാവും. എഗെയിൻ യു ക്യാൻ ലിങ്ക് വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത് ദി ബ്ലഡ് ഫ്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ഫ്ലോ എന്ന് പറയുന്നത് ഇൻ മോണിറ്ററി ടേംസിലാണ് പറയുന്നത്. അതായത് ഒരു ഫോം എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, പാക്കിംഗ് മെറ്റീരിയൽ, സ്പെയർസ്, സ്റ്റോഴ്സ്. ഇത് അടുത്ത ഫോമിലേക്ക് മാറുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സർക്കിൾ തന്നെ ഉണ്ട്. അടുത്ത ഫോമിലേക്ക് മാറുമ്പോൾ അത് റിസീവബിൾസ് ആയിട്ട് മാറും. അതായത് പിരിഞ്ഞു കിട്ടാനുള്ള തുക, സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയും. ഈ പിരിഞ്ഞു കിട്ടാനുള്ള തുക പിരിഞ്ഞു വരുമ്പോൾ അത് എഗെയിൻ ബാങ്കിലേക്ക് വരും. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫ്ലോ ഓഫ് ബിസിനസ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിത് മെഷർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി. അപ്പോൾ ഇതിൻ്റെ മൊബിലിറ്റി,
ആ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ സർപ്ലസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സർപ്ലസ് യു ക്യാൻ യൂസ് ടു പേ ഓഫ് യുവർ ഒബ്ലിഗേഷൻസ്, യു ക്യാൻ കോമ്പൻസേറ്റ് ദി ഫൈനാൻസിയേഴ്സ്, യു ക്യാൻ ഗിവ് ഡിവിഡൻഡ്, യു ക്യാൻ റീപേ ലോൺ. അപ്പോൾ ഈ ഫ്ലോ ബ്ലോക്ക് ആകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അനാട്ടമിക്കൽ എലമെൻ്റാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്.